തർക്കിക്കാനും ജയിക്കാനും വേണ്ടിയല്ലാതെ അറിയാനും അറിയിക്കാനും വേണ്ടി ചിലർ നമുക്കിടയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അത് ഈ കാലം ആവശ്യപ്പെടുന്നുണ്ട്. ജനാധിപത്യത്തിന്റെ ആ ഒരു വലിയൊരു ദൗത്യം നിറവേറ്റാൻ സ്വരാജ് നിയമസഭയിൽ ഉണ്ടാകേണ്ടത് സ്വരാജിന്റെ ആവശ്യത്തെക്കാളേറെ നിലമ്പൂരിന്റെ ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രണ്ടാം ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ കോൺഗ്രസിന് ഇരിക്കെ പൊറുതിയില്ല. എന്ത് ചെയ്യും ജയിക്കാൻ? ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്നതാണ് വസ്തുത. എന്നാലും അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. 9 വർഷക്കാലത്തോളം പ്രതിപക്ഷത്തായിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പറയത്തക്ക പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ അവർക്കില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വന്ന വികസനങ്ങളെ വക്രീകരിച്ച് കാണിക്കുക എന്നത് മാത്രമാണ് അവർക്കുള്ള ഏക വഴി. അതിനുള്ള ഉദ്യമങ്ങൾ കൃത്യമായി തുടക്കം മുതൽ അവർ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം ബൂമറാങ് അടിച്ച് എത്തുകയും ചെയ്തിരുന്നു. ഒന്നിനു പിന്നാലെ മറ്റൊന്നായി പണികളൊക്കെയും പാളിയപ്പോൾ അവസാനത്തെ അടവുമായി ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. പിന്തുണയ്ക്കുന്നവരെ വിമർശിക്കുക, അത് സ്ത്രീകളാണെങ്കിൽ പിന്നെ പറയേണ്ടതില്ല. KR മീരയ്ക്കെതിരെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള വിമർശനങ്ങൾ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സാഹിത്യകാരന്മാരും ചലച്ചിത്ര പ്രമുഖരുമൊക്കെ അവരുടെ രാഷ്ട്രീയ ചിന്തകൾക്കനുസരിച്ച് പ്രതിനിധികൾക്ക് പിന്തുണ നൽകുന്നത് പുതിയ കാര്യമല്ല. അത്തരത്തിൽ വലതുപക്ഷ കോട്ടകളിൽ എത്തുന്നവരെ ഇടതുപക്ഷം പക്ഷേ വിമർശിക്കാറില്ല. അതെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇവരുടെ ഞങ്ങളാരും പറഞ്ഞിട്ടല്ല ഇവരെല്ലാം സ്വരാജിനെ അംഗീകരിക്കുന്നത്. അവരതിന് കാരണവും പറഞ്ഞിട്ടുണ്ട് അംഗീകരിക്കുന്നതിൻ്റെ. അപ്പോൾ ആ വിമർശനത്തിലൊന്നും കഴമ്പില്ല. ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുകയാണ്. അതെ, സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം അതിനൊരു കാരണമുണ്ടാകും. KR മീരയ്ക്കെതിരെയുള്ള വിമർശനങ്ങളിലും ഒതുങ്ങിയിട്ടില്ല കോൺഗ്രസ്. സാംസ്കാരിക പ്രവർത്തകയായ നിലമ്പൂർ ആയിഷയെയും വെറുതെ വിട്ടിട്ടില്ല കോൺഗ്രസ് സൈബർ സംഘങ്ങൾ. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ നിലമ്പൂർ ആയിഷയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഹനസ് നാസർ, അനിൽ നായർ തുടങ്ങിയവരാണ് ആയിഷയ്ക്കെതിരെ തെറിവിളിയുമായി മുന്നിലെത്തിയത്.